നമ്മളെ ഒരു സിനിമ വന്നു, ഒരു നായകൻ അല്പം റൗഡി വേഷക്കാരനാണ്. അപ്പോൾ കുട്ടികളെയാണ് പുള്ളി ഒന്ന് ഉപയോഗിക്കുന്നത്. എടാ മോനെ എന്ന് വിളിക്കുന്ന ഒരു പടം, എല്ലാവർക്കും അറിയുന്ന പടം. അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. നമ്മൾ പോലീസ് വന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം നമ്മുടെ ഇവിടെയുള്ള ചില ഗാങ് ലീഡേഴ്സ് ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ഒരു കൂട്ടുകൂടുന്ന ഒരു പ്രവണത ഈ കുട്ടികൾക്ക് വരുന്നു. അങ്ങനെ ചില പ്രത്യേക വ്യക്തികളെ പ്രത്യേക പേരുകളുണ്ടാവുമല്ലോ. സിനിമാ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ അവരുടെ സൃഷ്ടികൾക്കും ഒരു ബോധം വേണ്ടതുണ്ടോ, അതെയോ ഇത് സൃഷ്ടിയുടെ ഒരു സർഗാത്മകതയായിട്ട് വിട്ടുകൊടുക്കണോ? എന്താ സരയുവിൻ്റെ അഭിപ്രായം? സിനിമ സർ ഒരു പരിധിക്കപ്പുറം സമൂഹത്തെ സ്വാധീനിക്കുന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം സിനിമ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചലിക്കുന്ന ഒന്നാണ്. സിനിമയിൽ നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നത് സമൂഹത്തിൻ്റെ റിഫ്ലക്ഷൻസ് തന്നെയാണ് പലപ്പോഴും കഥാപാത്രങ്ങളും കഥയായിട്ടും ഒക്കെ വരുന്നത്. യഥാർത്ഥത്തിൽ സരയു, എനിക്കൊരു ഒരു ഒരു പക്ഷേ ഇത് ഭിന്നാഭിപ്രായമല്ല, എൻ്റെ മനസ്സിലുള്ള സന്ദേഹമാണ് കേട്ടോ. അതായത് പണ്ട് അമിതാഭ് ബച്ചൻ്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് എത്രയോ ആൾക്കാർ ബച്ചൻ കട്ടായിട്ട് നടത്തി. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ബാർബർ ഷോപ്പുകൾ മുഴുവൻ കമലഹാസൻ്റെ ഹെയർ സ്റ്റൈലും വസ്ത്രധാരണമായിരുന്നു.